എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബിനാറിന്റെ 1816 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ആഷ ബി വർഗീസ് ആണ്. നമ്മുടെ IFPHന്റെ പ്രിയങ്കരിയായ അമ്മ അമ്പാടി അമ്മയുടെ മകൾ കൂടിയാണ് ഡോക്ടർ ആഷ ബി വർഗീസ്. ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഡോക്ടർ ക്ലാസ് എടുക്കുന്ന വിഷയം ലിവർ ഫൈബ്രോസിസും ഹോമിയോപ്പതിയും എന്നുള്ളതാണ്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് ലിവർ ഫൈബ്രോസിസ് ആണ്. ഞാൻ ഷെയർ ചെയ്യാവേ. മാം കാണുന്നുണ്ടോ എന്ന് നോക്കണേ. അപ്പോഴേക്കും ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ നമ്മുടെ ഡോക്ടേഴ്സിന്റെയും ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന്റെയും എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് നമ്മുടെ വെബിനാറിന്റെ 5 വർഷം പൂർത്തിയാവുന്ന സെലിബ്രേഷൻ സെപ്റ്റംബർ 28 കൊച്ചി താജ് വിവാന്തയിൽ വെച്ചാണ് നടത്തുന്നത്. ഇപ്പൊ അതിനുള്ള രജിസ്ട്രേഷൻ ഫീസൊക്കെ അടച്ച് എല്ലാവരും വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഈ 30-ാം തീയതിക്കുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്താൽ 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. അത് കഴിഞ്ഞാൽ പൈസ കൂടുന്നതാണ്, 3500 ആണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. തുടങ്ങാം ഡോക്ടറെ. കണ്ട് ലിവർ ഫൈബ്രോസിസ്. Okay. With a small prayer and blessings from all my teachers ഇവിടെ, and let us start it. Liver fibrosis ആണ് ഇന്നത്തെ ടോപ്പിക്. ഇതാണ് ലിവർ ഫൈബ്രോസിന്റെ പ്രോസസ്സ്. ഓക്കെ, ആദ്യം ഒരു ഹെൽത്തി ലിവർ ആണ് കാണിച്ചിരിക്കുന്നത്, പിന്നെ ഫാറ്റി ലിവർ, പിന്നെ ഫൈബ്രോസിസ് ഓഫ് ദ ലിവർ, പിന്നീട് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് സിറോസിസ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ വിച്ച് ക്യാൻ ലീഡ് ടു ഈവൻ ക്യാൻസർ. ആദ്യം നമ്മൾ ലിവർ ഫൈബ്രോസിസ് നോക്കുന്നതിന് മുമ്പ് ഫാറ്റി ലിവറിനെ പറ്റി ഒന്ന് അറിഞ്ഞിട്ട് പിന്നെ ഫൈബ്രോസിസിനെ പറ്റി പറയാം. Fatty liver disease is a condition where normal tissues is replaced by more than 5 to 6% of fat. In FLD, that is fatty liver disease, the accumulation of fat can cause inflammation, cell death, and scarring, a condition called steatohepatitis. Appo liver fatty liver steatohepatitis on thaneyana. Pinne if untreated, appo endha pattunnu vechal oru liver nathu ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടായി 5 to 6% കൂടുതൽ ഉണ്ടാവുമ്പോൾ അതിൽ ഇൻഫ്ലമേഷനും സെൽ ഡെത്തും പിന്നെ സ്കാറിങ്ങും ഉണ്ടാവാൻ വഴിയുണ്ട്. ആ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഫാറ്റി ലിവർ ആണ് യൂഷ്വലി ഫൈബ്രോസിസ് വരിക. ഇഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ്, steatohepatitis can lead to liver fibrosis, which causes diminished blood flow throughout the liver and a buildup of scar tissues. Without treatment, liver fibrosis may lead to cirrhosis, liver failure, and even liver cancer. Liver fibrosis എന്ന് പറയുന്നത് സ്കാർ ടിഷ്യൂസ് ഉണ്ടാവാന്നുള്ളതാണ്. ഹെൽത്തി ടിഷ്യൂസ് ഒക്കെ സ്കാർ ടിഷ്യൂസ്, അതൊരു സെൽഫ് ഡിഫെൻസ് മെക്കാനിസം ആണ്. അതിന് ട്രീറ്റ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈബ്രോസിസ് പിന്നീട് സിറോസിസ് ആയിട്ടും ലിവർ ഫെയിലിയർ ആയിട്ടും പിന്നീട് ലിവർ ക്യാൻസർ ആയിട്ടും മാറാനുള്ള ചാൻസസ്. When repetitive damage or long-lasting inflammation occurs, collagen and other proteins build up between liver cells, forming scar tissues. Repetitive damages or a long-term inflammation ഉണ്ടാവാൻ നേരത്ത് കൊളാജനും പിന്നെ വേറെ പ്രോട്ടീൻസും അതിനിടയിൽ ബിൽഡപ്പ് ആയി അത് സ്കാർ ടിഷ്യൂസ് ആയിട്ട് ഫോം ആവും. The scar tissues can block or limit blood flow within the liver, starving and killing the healthy liver cells, causing more scar tissues to form. അപ്പൊ ആദ്യം ഈ സ്കാർ ടിഷ്യൂസ് ഒരു ചെറിയ ഭാഗത്തിൽ ഉണ്ടാവും, പിന്നെ അത് കൂടി വന്ന് അപ്പൊ അവിടുത്തെ ബ്ലഡ് ഫ്ലോ കുറയും, പിന്നീട് അവിടുത്തെ ആ സെൽസ് ഒക്കെ സ്റ്റാർവ് ചെയ്ത് ചാവും, പിന്നീട് പിന്നീട് അതിന്റെ അടുത്ത് തന്നെ അടുത്ത സ്കാർ ടിഷ്യൂസ് ഫോം ആവും. ഇങ്ങനെ അത് ആയി സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും.
Unlike healthy liver cells, scar tissues cannot function or repair itself. സാധാരണ എന്താ പറ്റുക വെച്ചാൽ ലിവറിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ ഈ ഫൈബ്രോസിസോ സ്കാർ ടിഷ്യൂസോ വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ അത് റിപ്പയർ ആവാനുള്ള കപ്പാസിറ്റി കുറയും. As fibrosis advances, it can impact the liver's ability to function, limits its ability to repair itself, and restrict the blood flow. അപ്പൊ നാച്ചുറലി സ്കാർ ടിഷ്യൂസ് ആയി കഴിഞ്ഞാൽ അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്റ്റ് ആവും, ഉണ്ടാവില്ല. പിന്നെ അവിടെ താനെ റിപ്പയർ ചെയ്യാനുള്ള എബിലിറ്റിയും കുറയും. Over time, the scars in the liver will continue to build and replace the healthy tissues, and gradually the scars snake out further and covering more of the healthy liver and grow together or bridge, creating a septa or bands of scar tissues. Scar tissues അല്ലെങ്കിൽ ഫൈബ്രോസിസ് ബാൻഡ് ആയിട്ട് ഫുൾ ലിവറിനെ ഇമ്പാക്ട് ചെയ്യും. Fibrosis also restricts the blood flow, and when doctors want to determine how severe the scarring is, they examine the impact on the portal blood flow. Portal vein brings all the blood vessels from the intestines to the liver to be processed. അപ്പോൾ അതിന്റെ ബ്ലഡ് ഫ്ലോ എത്രയാണെന്ന് കണ്ടിട്ടാണ് അത് എത്രത്തോളം അതിലേക്ക് സപ്ലൈ ആവേണ്ടതെന്ന് കണ്ടിട്ടാണ് ആ ഫൈബ്രോസിന്റെ എത്രത്തോളം അത് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതൊന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഇതിൽ സിംപ്ലർ വേർഡ്സിൽ. Liver fibrosis is a scar tissue in the liver created when the liver tries to repair an injury. അപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സെൽഫ് ഹീലിംഗ് മെക്കാനിസം ആണ്. അതിന്റെ ഒരു ഇഞ്ചുറി വരാൻ നേരത്ത് അതിനെ ഹീൽ ചെയ്യാനുള്ള ഒരു മെക്കാനിസത്തിലാണ് ഈ ഫൈബ്രോസിസ് കാണാറുള്ളത്. The scar tissues replaces the healthy liver tissue over time. The liver make enzymes and bile that help digest food and gives your body energy. It also removes harmful materials from your body such as alcohol and other chemicals. അപ്പൊ ഈ തന്നെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറഞ്ഞു വരും. Liver fibrosis does not cause signs and symptoms, and they may have signs or symptoms of a condition causing the fibrosis, or if you develop cirrhosis over the time. Liver fibrosis usually grade 1 to 2 ഒക്കെ F1 F2 ഒക്കെ യൂഷ്വലി അൺനോട്ടിസ്ഡ് ആയിട്ട് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് പൊതുവെ കാണാറില്ല. And with today's lifestyle, with the sedentary lifestyle, etc., it is very difficult to understand whether it is lifestyle disease ആണോ അല്ല fibrosis ആണോ എന്നുള്ളത്. Most of the cases it can be an accidental find. ചിലപ്പോൾ ഇത് അറിയാണ്ട് കണ്ടുപിടിക്കാനായിരിക്കാം വഴിയുണ്ട്. Fibrosis in mild to moderate stages often does not cause symptoms. Due to lack of symptoms, many people live with liver damage or fibrosis without being diagnosed until they have symptoms of cirrhosis. In fibrosis in the cases, മിക്കവാറും almost many cases are മിക്കവാറുള്ള cases ഒക്കെ cirrhosis എത്തുമ്പോഴായിരിക്കും അറിയണ്ടാവുക. ഫൈബ്രോസിസ് ആദ്യത്തെ സ്റ്റേജിൽ തുടക്കമുള്ള സ്റ്റേജസിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. Fibrosis can be reversed if detected early enough, and underlying liver disease that cause the development of fibrosis can be cured or treated. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസാണ് ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യണത് ഞാൻ. If fibrosis is left untreated, it can lead to cirrhosis or even liver cancer. Okay, അത് ഫൈബ്രോസിസ് അൺട്രീറ്റഡ് ആയിട്ട് വിടുകയാണെങ്കിൽ മാത്രം അത് സിറോസിസ് ആയിട്ടോ ലിവർ ക്യാൻസർ ആയിട്ടോ പ്രോഗ്രസ് ചെയ്യാം. ചിലവർ ഈ ഫൈബ്രോസിസ് വെച്ചിട്ട് തന്നെ കുറേ വർഷങ്ങൾ, അത് ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. ഇപ്പം ഇത്ര ഉണ്ടായി ഉടനെ ഫാസ്റ്റ് ആയിട്ട് അടുത്തിലേക്ക് പോകാന്നുള്ളതല്ല. It is important to remember that the process of fibrosis progressing to cirrhosis happens over a long period of time. The time it takes for fibrosis to progress is different for every disease and every person. Not everyone who develops fibrosis will progress to cirrhosis. Not everyone who gets cirrhosis will get cancer. This is hard and fast rule alla that every fibrosis should lead to cirrhosis and cancer ennallathu. പക്ഷെ ഒത്തിരി നെഗ്ലെക്ട് ചെയ്യേണ്ട ആൽക്കഹോളിക് സിറോസിസ്, ആൽക്കഹോൾ കൺസംഷൻ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് എന്നൊക്കെ സ്റ്റേജസിലാണ് മിക്കവാറും അത് സിറോസിസ് ആയിട്ടും പിന്നീട് അത് ക്യാൻസർ ആയിട്ട് മാറാറുള്ളത്. ഇതാണ് 3. ഇത് ഹെൽത്തി ലിവർ ആണ്. ഇത് ഫാറ്റി ലിവർ. തേർഡ് വൺ ഇസ് എ
Cirrhosis of the liver, fibrosis of the cirrhosis with the cancer on. Either I think I'm not able to see show the full screen. Are you able to see the whole screen? Yes, yes. Healthy liver. So that male കാണാൻ പറ്റുണ്ടോ sir? കാണുന്നുണ്ട്. Okay. Healthy liver ആണ്, ഇത് fibrosis ആണ്, ഇത് cirrhosis ആണ്, ഇത് cancer cell ആണ് ട്ടോ ലാസ്റ്റ് ഉള്ളത്. So in certain cases, wait a minute, sir. ചില കേസസില് പേഷ്യൻസ് കൺജനൈറ്റൽ ഫൈബ്രോസിസ് ആയിട്ട് ജനിക്കാറുണ്ട്. ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഫൈബ്രോസിസ് ഉണ്ടാവാറുണ്ട്. എനിത്തിങ് ദാറ്റ് ഇൻജേഴ്സ് ദ ലിവർ ക്യാൻ ലീഡ് ടു ഫൈബ്രോസിസ്. അടുത്തുള്ളത് ആ കേസസ് വളരെ റെയർ ആണ്. ബാക്കിയുള്ളതൊക്കെ വാട്ട് ആർ ദ കോസസ് ഫോർ ലിവർ ഡിസീസ് എന്നുള്ള എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. ലോങ് ടേം ആൽക്കഹോൾ യൂസ്, അതെല്ലാവർക്കും അറിയുന്നതാണ്. ലോങ് ടേം ആൽക്കഹോൾ യൂസ് ഉണ്ടാവുമ്പോൾ നാച്ചുറലി അതിന്റെ ഒരു സെൽഫ് ഡിഫൻസ് മെക്കാനിസത്തിൽ ഒരു രൂപത്തിലാണ് ആദ്യം ഫാറ്റി ലിവർ ഉണ്ടാവുക. പിന്നീട് അത് ലിവർ സിറോസിസ് ആയിട്ട് ഫൈബ്രോസിസ് ആയിട്ട് മാറുക, പിന്നെ സിറോസിസ് ആയിട്ട് മാറുക, പിന്നീട് അത് ക്യാൻസർ ആയിട്ടുള്ള കേസസ് ഒത്തിരി ആദ്യം കാണാറുണ്ട്. Chronic viral infections that affects your liver, such as hepatitis B or C. Hepatitis B and C also, there are chances of liver fibrosis. Hepatitis B ഉണ്ടായാലും C ഉണ്ടായാലും fibrosis ഉള്ള chances അധികമാണ്. പിന്നെ ചില മെഡിക്കേഷൻസ്, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ട്യൂബർക്കുലോസിസിനുള്ളത് ട്രീറ്റ് ചെയ്യാൻ കോർട്ടിക്കോസ്റ്റെറോയിഡ്സിലും ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് ലൈക്ക് കീമോക്രോമാറ്റോസിസ്, too much of iron in your blood, or Wilson's disease, non-alcoholic fatty liver diseases. NAFLD, ഇത് ഇപ്പം അധികം കാണാറുള്ള കേസസ് ആണ്. ഇപ്പം ലിവർ ഡിസീസസ് ഉണ്ടാവും, പക്ഷെ അവർ ആൽക്കഹോൾ കൺസംഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് ബ്ലഡ് ഫ്ലോ പ്രോബ്ലംസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് യുവർ ലിവർ ലൈക്ക് Budd-Chiari syndrome, heart failure, portal vein thrombosis, autoimmune diseases, and like autoimmune hepatitis or primary biliary cirrhosis. ഇതൊക്കെയാണ് കാരണങ്ങൾ. So something is wrong with my ഡോക്ടറുടെ വീഡിയോ നേരത്തെ ഓഫായി പോയായിരുന്നു കേട്ടോ. ഇപ്പൊ കാണണ്ടോ? കാണുണ്ടോ? അത് ഒന്ന് സ്റ്റക്കാവുണ്ട്. എങ്ങനെയാണ് ഈ ഫൈബ്രോസിസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയത്? ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ആണ്. ചില ബ്ലഡ് ടെസ്റ്റ് LFT and all, ആ ബ്ലഡ് ടെസ്റ്റിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് അത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. MRI, CT സ്കാൻ, എലാസ്റ്റോഗ്രാഫി, ലിവർ ബയോപ്സി, ഇതൊക്കെയാണ്. ബയോപ്സി ഒക്കെ പിന്നീടൊക്കെ ചെയ്യാറുള്ളൂ. ഐ ജസ്റ്റ് ടെൽ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഇറ്റ്. സ്റ്റേജ് 0 ഹെൽത്തി ലിവർ ആണ്. സ്റ്റേജ് 1 ബിഗിനിങ് ഓഫ് ലിവർ ഡാമേജ്. സ്റ്റേജ് 2 മോഡറേറ്റ് ലിവർ ഡാമേജ്, സിഗ്നിഫിക്കന്റ് ലിവർ ഡാമേജ്. മാം ഞാനതൊന്ന് ഓഫ് ചെയ്യാണ്, എനിക്കൊന്ന് വെള്ളം കുടിക്കണ്ട. Stage 2 moderate liver damage, Stage 3 significant liver damage, and Stage 4 severe liver damage or cirrhosis ആണ്. അതിന്റെ സെൽസിന്റെ ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. I'm not able to change the slides. Yeah, okay. Types of tests for liver fibrosis. Liver biopsy. ഇതിൽ small tissue samples are taken with a needle. ഒരു needle കൊണ്ട് small tissue samples എടുക്കും. Samples are examined under the microscope by a pathologist. Okay. This gold advantages. It's a standard procedure helpful in deciding between two different diagnoses. Invasive ആണ്. Disadvantage എന്ന് പറയുമ്പോൾ invasive ആണ്. Sample may not represent the entire liver.
ഫൈബ്രോസിസ് എന്നുള്ളത് ഒരു ചെറിയ ഭാഗത്ത് നിന്ന് തുടങ്ങിയായിരിക്കും പുള്ളിലേക്ക് ആവണത്. അപ്പൊ നമുക്ക് കിട്ടുന്ന സാമ്പിൾ ആ ഫൈബ്രോസിസ് ഉള്ള സൈഡിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. സാമ്പിൾ ക്യാൻ ബി ഇന്റർപ്രിറ്റഡ് ഓർ സ്റ്റേജ് ഡിഫറെന്റ്ലി. രണ്ടാമത് ഇമേജിംഗ് ടെസ്റ്റ് ആണ്. ഇതാണ് യൂഷ്വലായിട്ട് ചെയ്യാറുള്ളത്. അത് ഫൈബ്രോ സ്കാൻ ഓർ ട്രാൻസിയന്റ് എലാസ്റ്റോഗ്രാഫി മെഷേഴ്സ് ലിവർ സ്റ്റിഫ്നെസ്. Others include ultrasonography, CT scan or the MRI scan. ഇത് നോൺ ഇൻവേസീവ് ആണ്. അക്യുറസി കുറച്ചും കൂടെ കൂടുതലാണ്, റിസൾട്ട്സ് കുറച്ചും കൂടെ ബെറ്റർ ആണ്. പക്ഷേ ഈ ഫൈബ്രോ സ്കാനിങ് എല്ലായിടത്തും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എക്യുപ്മെന്റ് മേ നോട്ട് ഓൾവേസ് ബി അവൈലബിൾ ഇൻ ഓൾ സ്മോൾ പ്ലേസസ്. Reduces accuracy in people who are obese. Other conditions may cause liver stiffness. Other differential diagnosis ആണ് എഴുതിയിരിക്കുന്നത്. പിന്നീടുള്ളത് ബ്ലഡ് ടെസ്റ്റ് ആണ്. Common tests include FibroShow, F1B4, APRI. Enter routine lab values into a calculator tool. Convenient ആണ്, low cost ആണ്, can determine if someone has cirrhosis. Most advanced blood tests only effective in people with HCV. Cannot determine specific fibrosis stage. Can over or underestimate the fibrosis. Until recently, liver biopsy was the only way doctors could determine the stage and degree of liver damage. Today, they are both blood and imaging tests that can determine the liver damage. ഇതുവരെ ഉള്ളത് ബയോപ്സിയിലായിരുന്നു ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോറി മാം, മലയാളം എന്നുള്ള മറന്നു. ഓക്കെ, ഇപ്പം ബ്ലഡ് ടെസ്റ്റിലും ഇമേജിംഗ് ടെസ്റ്റിലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം ഫൈബ്രോ സ്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ല വായിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് വിത്ത് ദ കേസ്. പിന്നീട് കാണുന്ന കേസിൽ അത് മനസ്സിലാക്കാൻ പറ്റും. Fibro scan results are interpreted using two key measurements, liver stiffness and a control attenuation parameter, CAP score. Liver stiffness പിന്നെ CAP score. CAP score usually fatty liver ആണ് അതിൽ മനസ്സിലാക്കുക. മറ്റത് liver stiffness ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. Liver stiffness measurement expresses in kilopascals or kPa indicates a degree of liver fibrosis or scarring. അപ്പൊ ലിവർ സ്റ്റിഫ്നെസ് മെഷർമെന്റ് നമ്മൾ അതിന്റെ ഇത് മെഷർമെന്റ് KPa ആണ്. അതിൽ എത്രത്തോളം വന്നിട്ടുണ്ട് ആ സ്കാറിംഗ് എന്നാണ് അതിൽ കണ്ടുപിടിക്കുക. CAP സ്കോർ മെഷേർഡ് ഇൻ ഡെസിബിൾസ് പെർ മീറ്റർ, dB പെർ മീറ്റർ. അതിൽ എമൗണ്ട് ഓഫ് ഫാറ്റ് ബിൽഡപ്പ് ഇൻ ദ ലിവർ ആണ് അറിയാൻ പറ്റുക. നോർമൽ ലിവർ സ്റ്റിഫ്നെസ് ഇസ് ജനറലി ബിലോ 7 kPa, while higher values suggest varying degrees of fibrosis, potentially progressing to cirrhosis. Okay. നോർമൽ ലിവർ വാല്യൂസ് ബിലോ 7 kPa ആണ് സാധാരണ കാണാറ്. അത് പോകും തോറും ആ ഡിഗ്രി അതിന് അടുത്തതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഹയർ ആയിട്ട് പോകും തോറും അതിന്റെ ഫൈബ്രോസിസ് എത്രത്തോളം വന്നിട്ടുണ്ട്, പൊട്ടൻഷ്യലി സിറോസിസിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളതാണ് അറിയുക. CAP scores can help identify and categorize steatosis or fatty liver disease. ഇനി ഇതിൽ ലിവർ സ്റ്റിഫ്നെസ് ആണ് ആദ്യം കാണുന്നത്, KPa. Liver stiffness measurement ആണ് LSM, reported in kilopascals. Reflects how stiff the liver tissue is. Soft liver ആണെങ്കിൽ healthy, little or no fibrosis ആണ്. ചിലപ്പോൾ മിനിമൽ ഫൈബ്രോസിസ് ഒക്കെ കാണാറുണ്ട്. ദാറ്റ് ഇസ് ബിലോ 7 എന്ന് പറഞ്ഞ മാതിരി. സ്റ്റിഫ് ആയിട്ടുള്ള ലിവർ ആണെങ്കിൽ സ്കാർഡ് ആയിരിക്കും, ഫൈബ്രോസിസ് ഓർ ഇവൻ ലീഡിങ് ടു സിറോസിസ് ആണ്. പിന്നീട് അത് സിറോസിസ് ആയിട്ട് മാറാം. ഫൈബ്രോസിസ് സ്റ്റേജ് F0, F1 മൈൽഡ് ഓർ നോ ഫൈബ്രോസിസ് ആണ്. 7 താഴെയുള്ളതാണ് അതിന്റെ റീഡിങ്. F2 മോഡറേറ്റ് ഫൈബ്രോസിസ് ആണ്, 7 to 9.5 കിലോ പാസ്കൽ ആണ്. F3 അഡ്വാൻസ്ഡ് ഫൈബ്രോസിസ് ആണ്, 9.5 to 12.5 kPa. നമ്മളിപ്പം ഇന്ന് ഒരു കേസ് എടുത്തിട്ടുള്ളൂ ഞാൻ. അതിൽ കണ്ടിട്ടുള്ളത് F3 ആണ് നമ്മളിപ്പം കാണാൻ പോണത്. F4 സിറോസിസ് ആണ്, സിവിയർ സ്കാറിംഗ്, more than 12.5 to 14 plus kPa. CAP score dB per per meter. Control attenuation parameter CAP is a measurement provided along with liver stiffness in FibroScan. അപ്പോൾ FibroScan ചെയ്യാൻ നേരത്ത്
സ്റ്റിഫ്നെസ്സും നോക്കാറുണ്ട്, അതിന്റെ കൂടെ എത്ര ഫാറ്റ് അക്യുമുലേഷൻ ഇൻ ദ ലിവർ ഉണ്ടെന്നും നോക്കാറുണ്ട്. ഓക്കെ, ഇറ്റ് എസ്റ്റിമേറ്റ്സ് ദ ഡിഗ്രി ഓഫ് ലിവർ സ്റ്റിയാറ്റോസിസ് or fat accumulation in the liver measured in dB per meter or decibels per meter. CAP is a controlled attenuation parameter. It measures liver fat steatosis, not fibrosis. Appa CAP score liver inde fibrosis alla measure cheynathu, adilulla fat aanu measure cheynathu. The machine checks how much the ultrasound signal is attenuated, weakened as it passes through the fatty liver tissue. Higher the score of CAP, higher the fat in the liver. അപ്പോൾ എത്ര ഹൈ ആയിട്ട് CAP കിട്ടുന്നോ അത്രയും ഫാറ്റ് ലിവറിൽ ഉണ്ടെന്നാണ് അർത്ഥം. More than less than 238 മിനിമൽ ഫാറ്റ് ആണ്. 238 to 259 ആണെങ്കിൽ S1 ആണ് ഗ്രേഡ്, മൈൽഡ് ഫാറ്റി ലിവർ ആണ്. 260 to 290 മോഡറേറ്റ് ഫാറ്റി ലിവർ ആണ്. 290 S3 സിവിയർ ഫാറ്റി ലിവർ ആണ്. Interpretation of the FibroScan results. It is not, FibroScan result is not a single number, but rather a pair of measurements, liver stiffness, KPA and CAP score. അപ്പോൾ ലിവർ സ്റ്റിഫ്നെസ്സും CAP സ്കോറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫൈബ്രോസ്കാനിന് റീഡ് ചെയ്യുക. ഇതിന്റെ മെഷർമെന്റ്സ് ലിവർ സ്കാറിങ് എത്രയുണ്ടെന്നും പിന്നെ എമൗണ്ട് ഓഫ് ഫാറ്റ് എത്രയുണ്ട് ലിവറിൽ നിന്നാണ് അറിയുക. Higher liver stiffness indicate more fibrosis. Stiffness കൂടുന്തോറും fibrosis കൂടുകയാണ്. പിന്നെ CAP score indicates more fat. അപ്പൊ യൂഷ്വലി നമ്മൾ പാൽപേഷൻ നമ്മൾ അബ്ഡോമിനൽ എക്സാമിനേഷനിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടമാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, മിക്ക ആൾക്കാർക്ക് നല്ല അബ്ഡോമിനൽ ഫാറ്റ് ഉള്ള കേസസ് ആയിരിക്കാം. ചിലത് മാത്രം വല്ലാണ്ട് എൻലാർജ് ആയിട്ടുള്ള ലിവർ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ഫ്രം ദ ലോവർ എൻഡ് ഓഫ് ദ അബ്ഡമൻ പതുക്കെ പാൽപേറ്റ് ചെയ്ത് പോയാൽ മാത്രം, ഭയങ്കര സ്റ്റിഫ് ആണെങ്കിൽ മാത്രമേ നമ്മളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ യൂഷ്വലി ഒരു മോഡറേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കത് പാൽപേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടമാണ്. Doctors will consider the FibroScan results alongside the clinical information to determine the stage of liver disease. For example, a patient with liver stiffness of 15 kPa might be diagnosed with cirrhosis, while a patient with CAP score of 300 dBm might have severe steatosis. അപ്പോൾ രണ്ടും സ്റ്റിഫ്നെസ്സും കണ്ടുപിടിക്കണം, CAPയും കണ്ടുപിടിക്കണം എന്നാണ്, അതിനാണ് ഫൈബ്രോസ്കാൻ ചെയ്യാറുള്ളത്. ഒരു കേസാണ് അടുത്തത് പറയാൻ പോണത്. ഒരു പേഷ്യന്റ് ആണ്, 40-year-old, presenting with abdominal discomfort, bloatedness, high uric acid ആണ്, total bilirubin 8, USG fatty liver grade 1 ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഫൈബ്രോസ്കാനും കൊണ്ടാണ് വന്നത്. ANA പോസിറ്റീവ് ആയിരുന്നു. ഇയാൾ ഒരു IT പ്രൊഫഷണൽ ആയിരുന്നു. ഇയാളുടെ ഹിസ്റ്ററി ഓഫ് ഇങ്ങനെ തുടങ്ങിയത് ഒത്തിരി സിവിയർ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ഫുൾ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഇങ്ങേരുടെ മേളിലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കേസായിരുന്നു. അപ്പൊ ഇങ്ങേർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ആയപ്പം നാച്ചുറലി അങ്ങേര് പറയണ്ടായിരുന്നു, ചിലപ്പോൾ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ വരെ തോന്നാറുണ്ട് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു തുടങ്ങിയത്. കാരണം എല്ലാം കൂടെ എൻ്റെ തലയിലാണ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് ആയിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര വലിയൊരു ജോയിന്റ് ഫാമിലിയാണ്. ബ്രദേഴ്സിന് പോലും ജോലിയില്ല, അവരും എൻ്റെ മേളിലാണ് ഡിപ്പെൻഡ് ചെയ്യണത്. അവര്, അവരുടെ വൈഫ്, അവരുടെ പിള്ളേര്, അവർക്ക് അവിടെ ഹിമാചൽ പ്രദേശ് ആ സൈഡിലാണ് അവർക്ക് കുറച്ച് ഫാം ഉണ്ട്, പക്ഷെ വലിയ വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ കുട്ടികളുടെ പഠിത്തം വരെ ഞാനാണ് നോക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് സൂയിസൈഡിനെ പറ്റിയൊക്കെ തിങ്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഹിസ്റ്ററി ഓഫ് സൂയിസൈഡൽ ഡെത്ത്സ് ഇൻ ദ ഫാമിലീസ് ഓൾസോ. അപ്പം അവരുടെ ഫാമിലിയിലും കുറച്ച് 2-3 സൂയിസൈഡൽ ഡെത്ത്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര സെൻസിറ്റീവ് ആണ് ആള്. പക്ഷെ ആൽക്കഹോൾ കൺസംഷൻ ഇല്ല. പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആങ്സൈറ്റി ഡ്യൂറിങ് പ്രസന്റേഷൻ, പിന്നെ ഈ പറഞ്ഞ മാതിരി എപ്പോഴും ഒരു പേടിയാണ് എന്തെങ്കിലും ഒന്ന് ആയിപ്പോയോ എന്നുള്ളത്. ആൻഡ് ഹി വാസ് എ വെരി വെൽ ഡ്രസ്ഡ് പേഴ്സൺ ആൻഡ് he was not running away from her. I mean, പുള്ളി റെസ്പോൺസിബിലിറ്റി ഓടിപ്പോണ്ടായില്ല. അങ്ങനെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ 10-15 വർഷമായിട്ട് അയാള് ക്ലോസ് ടു 10-15 വർഷമായിട്ട് അയാള് ഫുൾ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അങ്ങനെ തന്നെയാണ് എടുത്തോണ്ടിരിക്കുന്നത്.
ആൻഡ് ഹീസ് ഓൺലി വർക്കിംഗ് മെമ്പർ. അങ്ങേര് മാത്രമേ ഉള്ളൂ ഫാമിലിയിൽ, ജോയിന്റ് ഫാമിലിയിൽ വർക്ക് ചെയ്യുന്നത്. ഹോട്ട് ഡിസയേഴ്സ് സ്വീറ്റ്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. ആൻഡ് പെയിൻ ഇൻ ദ റൈറ്റ് സൈഡ്, ഇടയ്ക്കിടയ്ക്ക് റൈറ്റ് സൈഡിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. റെപ്പർട്ടറി ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം കൊടുത്തത് ഓറം മെറ്റാലിക്കം 1 ml, കാർഡസ് മ്യൂർ ക്യൂ ആൻഡ് തയോസിയാനം 6C ആണ്. ഞാൻ മെഡിസിൻസിനെ പറ്റി പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് എന്തിനാ കൊടുത്തിരിക്കണമെന്ന് പറയാം. അത് കഴിഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഹൈഡ്രാസ്റ്റസ് ക്യൂ ആണ്, പിന്നെ തയോസിയാനം 6C. പിന്നീട് ഒരു ദിവസം അങ്ങനെ വന്നിട്ട് അങ്ങേര് പറഞ്ഞു, എനിക്ക് ഫാമിലിയോട് തന്നെ ദേഷ്യം വരുന്നു ഡോക്ടറെ. അപ്പൊ ഞാൻ ചോദിച്ചു സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ഉണ്ടോന്ന് ഇപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല. അങ്ങനെ ആ തോട്ട്സ് ഒക്കെ വരണ്ടോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഡോക്ടർ, ഇപ്പൊ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. ആദ്യം ഞാൻ സിഫ്ലിൻ എന്നൊക്കെയാണ് വിചാരിച്ചത്. സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലായിട്ട് തോന്നുമ്പോൾ ഞാൻ യൂഷ്വലി അതാ കൊടുക്കുക. പക്ഷെ ഇങ്ങേര് ഹി വാസ് നോട്ട് ഓഫ് എ സിഫ്ലിറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ആയിരുന്നില്ല. അങ്ങേര് ഹി വാസ് മോർ ലൈക്ക് ഹി വാസ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി, ഹി വാസ് ഡൂയിങ് ഇറ്റ്. ആ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ ആയിട്ടോ അങ്ങനെ ഒന്നും കണ്ടില്ല. ആൻഡ് ദോ ഇഫ് അഫ്കോഴ്സ് സിറോസിസിലേക്ക് എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഐ വുഡ് ഹാവ് തോട്ട് ഓഫ് സിഫ്ലിൻ. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ ഐ ഗേവും ഓറം മെറ്റാലിക്കും. റെപ്പർട്ടറൈസേഷൻ കഴിഞ്ഞിട്ട് അത് തന്നെയാണ് കിട്ടിയത്. പിന്നെ രണ്ടാമത്തത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലൈക്കോപോഡിയം 10 വിത്ത് തയോസിയാനം 6C ആണ്. അപ്പൊ ഇതാണ് ഫൈബ്രോസിസ് സ്കാന്. ഓക്കെ, ആദ്യ ഫൈബ്രോ സ്കാനിൽ 177 CAP ആൻഡ് 10.9. ഇതാണ് ആ ഫൈബ്രോസിസ് മെഷർ ചെയ്യുന്നത്. ആ മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറയുമ്പോൾ കുറെ സ്ഥലത്തുള്ള വാല്യൂസ് ഒരുമിച്ച് എടുത്തിട്ട് അതിന്റെ മീഡിയൻ ആണ് എടുക്കുന്നത്. 10.9 ആണ്. ഓക്കെ, അപ്പൊ അത് ഫൈബ്രോ സ്കാന് ഗ്രേഡ് 3 ഫൈബ്രോസിസ് ആണ് ഇതിൽ കണ്ടിരിക്കുന്നത്. ആഫ്റ്റർ 4 months ലിവർ സ്റ്റിഫ്നെസ് വാല്യൂ 10.9 kPa, CAP 177 dB/m ആണ്. അത് ഫാറ്റി ലിവർ ആണ് കാണിക്കുന്നത്. മറ്റേത് F3 ഫൈബ്രോസിസും. ഒരു 4.5 months നമ്മൾ കൊടുത്തിട്ടുണ്ട് മരുന്ന്. അത് കഴിഞ്ഞിട്ടുള്ള സ്കോർ വന്നിട്ടുള്ളത് 5.7 173 ആണ്. 5.7 നോർമൽ ലിവർ ആണ്. ഓക്കെ, സ്കാറിങ് ഇല്ല എന്നുള്ളതാണ് അതിൽ കേട്ടോ. ഈ ഒരു കേസ് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കേസസിലൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് സ്കാറിങ് ടിഷ്യൂസ് ഉണ്ടാവുന്ന മെഡിസിൻസ് ഒക്കെയാണ് യൂഷ്വലി കൊടുക്കാറുള്ളത്. ഗ്രാഫൈറ്റ് എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഗ്രാഫൈറ്റ് 0/3 30 ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് ഹൗ ദ കണ്ടീഷൻ ഇസ്. സ്കിൻ ഡിസീസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂഷ്വലി അതിന്റെ കൂടെ 0/3 ഒക്കെയാണ് കൊടുക്കാറ്. ഞാനിപ്പോൾ ഒരു മെഡിസിന്റെ കൂടെ ഞാൻ മെൻഷൻ ദ പൊട്ടൻസീസ്. സ്കാർ ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ തയോസിയാനം is a classical remedy for dissolving scar tissue. Helps in absorption of scar tissue, fibrous adhesions, strictures and cicatrices. Especially effective in post-surgical adhesions, uterine or cervical stenosis, corneal opacities. അപ്പോൾ തയോസിയാനാണ് എൻ്റെ ഓഫ് ചോയ്സ് മെഡിസിൻ യൂഷ്വലി ഫോർ ഫൈബ്രോസിസ്, എസ്പെഷ്യലി ഓഫ് ലിവർ ഫൈബ്രോസിസിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള മെഡിസിൻസ് ഇത് തന്നെയാണ്. 6C 6X ചിലപ്പം. പിന്നെ ബാക്കിയുള്ള മെഡിസിൻസ് മെൻഷൻ ചെയ്യാം. ചെലിഡോണിയം മേജസ്, മാർക്ഡ് ലിവർ റെമഡി, സ്പെഷ്യലി റൈറ്റ് സൈഡഡ്, പെയിൻ അണ്ടർ ദ റൈറ്റ് സ്കാപ്പുല, യെല്ലോ ജോണ്ടിസ് സ്കിൻ. അപ്പൊ യൂഷ്വലി അവർക്ക് ബിലിറുബിൻ വല്ലാണ്ട് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെലിഡോണിയം മേജസ് അധികമായിട്ട് കൊടുക്കാറുണ്ട്. Cardas mar, it's a great remedy for liver cirrhosis and fibrosis, enlarged, congested, hard liver, painful liver, lying on left side. ആ കഴിഞ്ഞ കേസ് അയാൾ ഉറങ്ങാൻ നേരത്തെ അയാൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഉറങ്ങി കഴിഞ്ഞാൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ആ കാർഡസ് മാർ കൊടുത്തത്. അസൈറ്റിസ് ഡ്യൂ ടു ലിവർ ഡിസീസസ്. പക്ഷെ ഞാൻ നമ്മൾ ഈ ആൽക്കഹോൾ ഇപ്പൊ ടിങ്ചേഴ്സ് ആകുമ്പോൾ ഡൈല്യൂട്ടഡ് ഫോമിലാണ് കൊടുക്കുക. അത് ആൽക്കഹോൾ എന്തായാലും അധികം എടുക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ ഡൈല്യൂട്ടഡ് ഫോമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഫോസ്ഫറസ്, ഫാറ്റി ഡീജനറേഷൻ ആൻഡ് ഫൈബ്രോസിസ് ഓഫ് ലിവർ, ഹെമറേജിക് ടെൻഡൻസി, വീക്ക്നെസ്, ക്രേവിംഗ് ഫോർ കോൾഡ് ഡ്രിങ്ക്സ് ഓർ ഐസ്, ആങ്സൈറ്റി, ഓവർ സെൻസിറ്റിവിറ്റി. ഫാറ്റി ഡീജനറേഷൻ, ഫോസ്ഫറസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ടിപ്പിക്കൽ ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഹാപ്പിയാണ്. അവരിങ്ങനെ വരും, വർത്താനൊക്കെ ഇങ്ങനെ നല്ല അടുത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറയുന്ന ആൾക്കാരൊക്കെയാണ്. അങ്ങനെയുള്ള കേസസിലൊക്കെ നമ്മൾ ഫോസ്ഫറസും ഇൻഡിക്കേറ്റ് ആവുന്നുണ്ട്. പിന്നെ തണുത്ത വെള്ളത്തിനോടും ഐസ് വെള്ളത്തിനോടൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ലൈക്കോപോഡിയം, liver fibrosis with digestive disturbance, flatulence, bloating after
സ്മോൾ ഫുഡ് ഇൻടേക്ക് ഓറമെറ്റാലിക്കം കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ കുറച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തെ അങ്ങേർക്ക് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, അതും നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ലൈക്കോപോഡിയം 10 കൊടുത്തു കഴിഞ്ഞിട്ട്. ക്രേവ്സ് സ്വീറ്റ് വാം ഫുഡ്, ഇറിറ്റബിലിറ്റി, റൈറ്റ് സൈഡഡ് കംപ്ലൈൻസ്. ഗ്യാസിന്റെ വല്ലാണ്ട് അവൻ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും വയറൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു ഡോക്ടറെ എന്ന് പറയുന്ന ഒരു കേസസ് ആണ് യൂഷ്വലി ലൈക്കോപോഡിയം. പിന്നെ അവർക്ക് യൂഷ്വലി പുറത്തേക്ക് കാണിക്കത്തില്ല. അവർ ദേഷ്യം വരികയാണെങ്കിൽ തന്നെ അത് ഉള്ളിലേക്ക് ഇങ്ങനെ അടക്കിയിരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ലൈക്കോപോഡിയം. അതെല്ലാവർക്കും അറിയുന്നതാണ്. നക്സോമിക്ക ഫോർ ലിവർ ഫൈബ്രോസിസ് ഡ്യൂ ടു ആൽക്കഹോൾ അബ്യൂസ്, ഡ്രഗ്സ് ആൻഡ് സിഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. യൂഷ്വലി ആൽക്കഹോൾ കൺസംഷൻ വല്ലാണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നക്സോമിക്ക കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ഗ്യാസ്റ്റിൻ അക്വ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് ഈ ഫൈബ്രോസിസ് വിത്ത് അത് ഞാൻ എഴുതിയിട്ടില്ല, എഴുതാൻ പറഞ്ഞു. ഛർദിക്കാനൊക്കെ വരുമ്പോഴൊക്കെ ആ ഗ്യാസ്റ്റിൻ അക്വ എന്ന് പറഞ്ഞൊരു മരുന്ന് കൊടുക്കാറുണ്ട്. അതൊരു സ്പ്രിങ്ങിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു വെള്ളമാണ്. അത് ഇറ്റ്സ് വെരി റെയർ ആയിട്ട് കിട്ടുന്ന മെഡിസിൻ ആണ്. അത് ഏതോ ഒരു US ഇവിടെ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മെർക്സോൾ, മെർക്ക് വീവസ്, എൻലാർജ് ഹാർട്ട്, ഫൈബ്രോട്ടിക് ലിവർ, ട്രെമേഴ്സ്, നൈറ്റ് സ്വെറ്റ്സ്, മെറ്റാലിക് ടേസ്റ്റ്, ജോണ്ടിസ് വിത്ത് ഒഫെൻസീവ് സ്റ്റൂൾസ്. വായിന്ന് വല്ലാണ്ട് വെള്ളം വരിക, നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടാവുക. ഫൈബ്രോട്ടിക് ലിവറിന് മെർക്സോൾ നല്ലൊരു മെഡിസിൻ ആണ്. പിന്നെ ചൈന ഒഫിഷ്യനാലിസ് ഫോർ ലിവർ ഫൈബ്രോസിസ് വിത്ത് അസൈറ്റിസ്. അസൈറ്റിസ് യൂഷ്വലി കാർഡസ് മാറും കൊടുക്കാറുണ്ട്. പിന്നെ ചൈന ഒഫിഷ്യനാലിസും അസൈറ്റിസിന് കൊടുക്കാറുണ്ട്. നല്ല ക്ഷീണം ഉണ്ടാവും. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഫുൾ അബ്ഡമൻ ഡിസ്റ്റൻഷൻ ഉണ്ടാവും ചൈനയ്ക്ക്. ഫ്ലാറ്റുലൻസ് ഉണ്ടാവും, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാവും, അനീമിയ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ചൈന ഞാൻ കൊടുക്കുന്നത് ഫൈബ്രോസിന്റെ കൂടെ എന്തെങ്കിലും ഒരു അബ്ഡോമിനൽ കംപ്ലൈന്റ് വരാൻ നേരത്ത് വല്ലാണ്ട് ക്ഷീണം ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മളത് കൊടുക്കാറുള്ളത്. പിന്നെ കാലികാർബ്, അഡ്വാൻസ് ഫൈബ്രോസിസ് ലീഡിങ് ടു സിറോസിസ് ആണ്. കാലികാർബ് യൂഷ്വലി ഇത്തിരി ഇറിറ്റേറ്റഡ് ഒക്കെ ആയിരിക്കും. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ ഒരു thick fibered ബ്രൈ പോലത്തെയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ ലിവർ റീജിയൻ, വീക്ക്, ചില്ലി, ഇഡീമ. ലൈക്കോ ഹോട്ടാണ്, കാലികാർബ് ചില്ലിയാണ്. സൾഫർ, constitution support in chronic cases. Liver complaints with skin eruptions, heat, itching, crave sweet, spicy food. Sulfur 0/3 മിക്കവാറും ഞാൻ കൊടുക്കാറുണ്ട്. സ്കിൻ ഇറപ്ഷൻസ് വിത്ത് ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് വരികയാണെങ്കിൽ 0/3 കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വല്ലാണ്ട് ആഗ്രിവേറ്റ് ചെയ്യാറുണ്ട്. 0/3, 0/6 പൊട്ടൻസീസ് ആണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ വേറെ സ്കാർ ഉണ്ടാക്കുന്ന റെമഡീസ് ആണ് അടുത്തത് പറയുന്നത്. സൈലീഷ്യ, old hard indurated scar tissue, separation tendency around scars. Scar ഉള്ളിടത്തൊക്കെ യൂഷ്വലി പഴുപ്പൊക്കെ ഉണ്ടാവും. Scars that reopen and discharge pus. Keloids adhesions that are hard, stony with burning. Usually ഇത് നമ്മൾ പുറത്തുള്ള സ്കാർസും പിന്നെ റെസ്പിറേറ്ററി ഫൈബ്രോസിസ്, ദാറ്റ് ഇസ് ലങ് ഫൈബ്രോസിസിനൊക്കെ കൂടുതൽ സൈലീഷ്യാണ് ഇൻഡിക്കേറ്റ് ആവുന്നത്. പിന്നെ ഗ്രാഫൈറ്റിസ്, കിലോയിഡ്സ്, തിക്ക്, ഹാർഡ്, എലിവേറ്റഡ് സ്കാർസ്, സ്കാർസ് വിത്ത് ഇച്ചിങ്, ഊസിങ്, സ്കാറിങ്, സ്കാർസ് ആഫ്റ്റർ ബേൺസ് എക്സെട്ര. ഈ ഗ്രാഫൈറ്റിസും ഫൈബ്രോസിസ് ഓഫ് ലിവറിന് ഞാൻ കൊടുക്കാറുണ്ട്. ഫോർ കുറച്ചും കൂടെ ഫാറ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ കുറച്ച് 1-2 കേസസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈബ്രോസിസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു കേസ് എപ്പോഴെപ്പോഴും നമുക്ക് കിട്ടില്ല. അവര് ഏകദേശം ഒരു ഫാറ്റി ലിവർ വല്ലാണ്ട് ഉണ്ട് എന്നൊക്കെ കാണുമ്പോൾ യൂഷ്വലി ഞാൻ ഗ്രാഫൈറ്റ് കൊടുക്കാറ്. Fluoric acid, hypertrophic and painful scars. Patient feels better with cold application. Causticum, contracted scars causing pain or deformity. Scars with pulling sensation affecting movement. അത് യൂഷ്വലി ടെൻഡൻസിലൊക്കെയാണ് സ്കാർ ടിഷ്യൂസ് നമ്മൾ കൊടുക്കാറുള്ളത്. Calcarea floor, hard, stony, indurated growth. Scar tissues with extreme hardness, adhesions and fibrous nodules. Used in internal fibrotic conditions. അത് നോഡ്യൂൾസിനും കൊടുക്കാറുണ്ട്. ഫൈബ്രോട്ടിക് കണ്ടീഷൻസ് ഓഫ് ദ ഇന്റേണൽ ഓർഗൻസിനും കാൽക്കേരിയ ഫ്ലോർ നല്ലൊരു മെഡിസിൻ ആണ്. അഡിഷൻസ് ആഫ്റ്റർ ന്യൂമോണിയ, ഫോസ്ഫറസ്, പ്ലൂറസി ഓർ അബ്ഡമിനൽ സർജറി. സ്കാർ ടിഷ്യൂസ് വിത്ത് ബ്ലീഡിംഗ് ടെൻഡൻസി, അല്ലാണ്ട് ബ്ലീഡിംഗ് ഉണ്ട് സ്കാറിന്റെ കൂടെ വെച്ചാൽ നമ്മൾ ഫോസ്ഫറസ് ഇൻഡിക്കേറ്റഡ് ആണ്. കാർബോ ആനിമാലിസ്, old indurated scars with bluish discoloration, hard nodes or masses left after injury or inflammation.
other supportive organs or remedies or tissue remedies, syphilinum, aurum metallicum, destructive tendencies dominate. Okay, other even I feel like committing suicide is also a destructive tendency ആണ്. Feltaury supports bile secretion. Feltauryക്ക് ഉള്ളത് യൂഷ്വലി അവർക്ക് ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉറക്കം വരും. പിന്നെ ക്രോണിക് ലിവർ കെറ്റാർ വീക്ക്നെസ്. ഹൈഡ്രാസിസ് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ലിവർ ടോണിക് ആയിട്ടാണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത് ആഫ്റ്റർ കാർഡിസ്മാർ. ഓക്കെ, ഹൈഡ്രാസിസ് എ വെരി ഗുഡ് മെഡിസിൻ ആസ് എ ടോണിക്. പിന്നെ അഡ്വൈസ് ഇൻ ഫൈബ്രോസിസ് ഓഫ് ലിവർ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക, ലോ ഫാറ്റ്, മോഡറേറ്റ് പ്രോട്ടീൻ, ഹൈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൂടുതലായിട്ട്. ആദ്യ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഫൈബ്രോസിസ് ഒക്കെ ആണെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് എടുക്കാം, ഫൈബർ ഹൈ ആയിട്ടുള്ള ഫുഡൊക്കെ എടുക്കാം. പക്ഷെ പിന്നീട് പോകുന്തോറും സോള്യുബിൾ ഫൈബേഴ്സ് വേണം എടുക്കാൻ. കാരണം എന്താ വെച്ചാൽ ആ ലിവറിന് അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ യൂഷ്വലി ഒന്നെങ്കിൽ യു ഹാവ് ടു ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ടൊക്കെ വെജിറ്റബിൾസ് എടുക്കുക. അപ്പൊ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇവരോട് ഞാൻ കിച്ചടി, കഞ്ഞി, ഇങ്ങനത്തെയൊക്കെയാണ് ഞാൻ പയറും കഞ്ഞി അങ്ങനത്തെയൊക്കെയാണ് പറയാറുള്ളത്. പിന്നെ ഹെപ്പാറ്റോടോക്സിക് ഡ്രഗ്സ്, ഈവൻ നമ്മുടെ ക്രോസിനൊക്കെ വരെ ലിവറിന് കേടാണ്, അത് എടുക്കാണ്ടിരിക്കുക. മോണിറ്ററിങ് ഓൺ LFT, അൾട്രാസോണോഗ്രാഫി, എലാസ്റ്റോഗ്രാഫി, ദാറ്റ് ഇസ് ഫൈബ്രോ സ്കാൻ ഒക്കെ മോണിറ്റർ ചെയ്തോണ്ടേ ഇരിക്കുക. അത്രേ ഉള്ളൂ മാം. താങ്ക് യു. ആയോ? 10:30 ആയില്ല അല്ലെ? ഇല്ല 10 പോണതേ ഉള്ളു. ഏത് 10 10 ആവുള്ളൂ. പിന്നെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം അപ്പൊ ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. 20 മിനിറ്റ് കൊണ്ട് വേഗം തീർന്നു പോയി. എങ്കിലും ഉള്ളത് വളരെ സമ്പുഷ്ടമായിരുന്നു. ആണോ? ഓക്കെ, അത് മതി. ഉള്ളത് എല്ലാം ഒട്ടും കളയാനില്ല, എല്ലാം നമുക്ക് വേണ്ടതാണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്താൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും എല്ലാ ഒത്തിരി 50-ന് മേളിലൊക്കെ വന്നു ഇടയ്ക്ക് അമ്മ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ഡോക്ടേഴ്സിനോടുമായിട്ട് അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ സെപ്റ്റംബർ 28-നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കണം. രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക. തീർച്ചയായിട്ടും പ്രോഗ്രാം നല്ലൊരു വിജയമാക്കണം. നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. എല്ലാ ഡോക്ടേഴ്സും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ലിവർ ഫൈബ്രോസിസിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ പറയാം, അഭിപ്രായങ്ങൾ പറയാം. എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയേണ്ടവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ വളരെ നന്നായിരിക്കും. എന്തായാലും അമ്പാടിയമ്മ ഹാൻഡ് റൈസ് ചെയ്യേണ്ട, വീഡിയോ ഫോൺ ആക്കി ഇരിക്കുകയാണ്. ആദ്യം അമ്മ എന്ത് പറയുന്നു നോക്കാം. സംസാരിച്ചോളൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല അസലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഈ ഇത്തിരി സ്പീഡ് കൂടിപ്പോയെന്നേ ഉള്ളൂ. ഇത്തിരിയും കൂടി പതുക്കെയായിരുന്നു. കുഴപ്പമില്ല, കുറച്ചൊരു അത് പൊതുവെ എന്താണ് രക്തത്തിലേ ഉള്ളതാണ്, എളുപ്പം മാറ്റാൻ പറ്റൂല. അതെ, യൂട്യൂബില് വരുന്ന നാളെ കാണാം എല്ലാവർക്കും. അതൊരു പിന്നെ ഇതായിരുന്നു. പിന്നെ എന്തായാലും ഇങ്ങനെയുള്ള കേസസ് എടുക്കാൻ ധൈര്യം കാണിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതില് തയോസിനാമിനും 6 കൊടുക്കുന്നതിനെക്കാട്ടിലും 3x കുറച്ചും കൂടെ 3x ട്രെച്ചുറേഷൻ കുറച്ചും കൂടെ ആക്റ്റീവ് ഇത് ചെയ്യുന്നു നമ്മുടെ ജയറാം സാർ എപ്പോഴും പറയാറുണ്ട്. ഞാൻ 3x ഞാൻ നമ്മുടെ യൂട്രസിനൊക്കെ കൊടുക്കാറുണ്ട്. മമ്മി പറയാറില്ലേ, ഫൈബ്രോയിഡ് യൂട്രസിനൊക്കെ ഞാൻ 3x ആ കൊടുക്കാറ്. പക്ഷെ ഇങ്ങനെ കൊടുത്തത് 6C ആണ് ഞാൻ കൊടുത്തത്. ഇത് ടാബ്ലറ്റ് ആണോ കൊടുത്തത്? പിൽസ് ഫോമിലാണ്. 6C പൊട്ടൻസി ആണ് കൊടുത്തത്. പിൽസിൽ കൊടുക്കുമ്പോൾ സ്റ്റാർച്ച് കൂടുതൽ ചെയ്തിട്ട് അതിന് ആ ഒരു മെഡിസിന്റെ ഇത് കിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്കാർ ടിഷ്യൂസിനെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ 3x
ട്രച്ചുറേഷൻ പൗഡർ. അപ്പൊ പ്യുവർ ആയിട്ട് നമുക്ക് ആ തയോസിനാമിനം ഇതല്ലേ നമ്മുടെ എന്താ പറയണ കടുകല്ലേ, ആ കടുകിന്റെ പ്യുവർ ഇത് കിട്ടും. അതാണ് ജയറാം സാർ എപ്പോഴും പറയും, ഞാനും ശാന്ത എപ്പോഴും ആ 3X പൗഡറേ വാങ്ങിക്കുള്ളൂ. പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു, മമ്മി നല്ലതായിരുന്നു. പറഞ്ഞിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ലേ യൂട്രസിനാണ് ഇപ്പം ഫൈബ്രോയിഡ് യൂട്രസിനൊക്കെ ഞാനിപ്പോ അതാ കൂടുതൽ കൊടുക്കാറ്. തയോസിനാമിനെ ഇൻഡിക്കേറ്റർ ആവുന്നതിന് മുഴുവനും 3X ട്രച്ചുറേഷൻ ഇത് പൗഡറാണ് ഏറ്റവും നല്ലത്. പൗഡറായിട്ട് അവൈലബിൾ ആണ് അല്ലേ? ആ പൗഡറായിട്ട് അവൈലബിൾ വാങ്ങിക്കാൻ കിട്ടും മാം. വാങ്ങിക്കാൻ കിട്ടും. അത് ഇതില് ടാബ്ലറ്റ് ആകുമ്പോൾ അതിൽ സ്റ്റാർച്ച് ഇതാവും. അപ്പൊ നമുക്ക് ആ തയോസിനാമത്തിന്റെ ഫുൾ ഇത് കിട്ടില്ല. അതാണ് ജയറാം സാർ പറഞ്ഞത്. നമ്മുടെ മറ്റു തൃപ്പൂണിത്തുറയിലെ ജയറാം സാറില്ലേ, സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ഈ 3X പൗഡർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതേ ഉള്ളൂ ഒരു എനിക്ക് പറയാനുള്ളൂ മോളോട്. ബാക്കിയെല്ലാം മെഡിസിൻസ് എല്ലാം നല്ല നീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ലോട്ട്. മെഡിസിനൽ പാർട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാളെ യൂട്യൂബ് വഴി നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കി എഴുതിയെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടായിരിക്കും. വളരെ അത് നല്ല കാര്യം. അത് ഇത്രയും പറഞ്ഞല്ലോ. അത് ഇനി അടുത്ത പ്രാവശ്യം കേസ് ഒന്നേ പറഞ്ഞോളെങ്കിലും ആർക്ക് ഏത് തരം കേസ് വന്നാലും പറയാനുള്ള മെഡിസിൻസ് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ എന്താ വെച്ചാൽ ആ ഫൈബ്രോസിന്റെ സ്കാൻ ഉള്ളത് എല്ലാവരും പോയി ഒന്നും ചെയ്യില്ലല്ലോ മാം, പോയി സ്കാനിങ് ഒക്കെ. അപ്പൊ ആ ഫൈബ്രോ സ്കാൻ ഉള്ളത് മാത്രമാണ് ഞാൻ എടുത്തത്. ബാക്കിയുള്ളൊക്കെ നമുക്ക് ആയിരിക്കാം എന്നുള്ളൊരു ഫീലിംഗ് അല്ലാണ്ട് ഫൈബ്രോസിസ് സ്കാൻ ചെയ്തിട്ടുള്ള 1-2 കേസ് ഉണ്ടായുള്ളൂ. അത് എനിക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ. ഞാൻ അത് ഇപ്പൊ എടുത്തത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള കേസസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. പഴയതൊക്കെ എവിടെ വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഓക്കെ. അതുപോലെ തന്നെ പലർക്കും പലതരത്തിലുള്ള കേസുകളായിരിക്കുമല്ലോ വന്നത്. ഏതായാലും ഇതൊന്ന് ഈ ക്ലാസ് ഒന്ന് റെഫർ ചെയ്താൽ തീർച്ചയായിട്ടും അവരെ കോൺഫിഡൻസ് കൂടും. കാരണം നമ്മളെ ഫൈബ്രോസിസ് സ്കാറിനുള്ള മെഡിസിൻ ആണെന്നുള്ളത് ചിലപ്പോ ഓർക്കില്ല. കാരണം അത് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിക്ക റെപ്പർട്ടറീസിലും ഇല്ല അത്. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് എടുത്തിട്ടത്. നമ്മൾ ഫൈബ്രോസിസ് ഓഫ് ലിവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടില്ല നമ്മുടെ റെപ്പർട്ടറിയിൽ, അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല, ആയിട്ട് കണ്ടിട്ടില്ല ഞാനത്. അപ്പൊ ഫൈബ്രോസിസ് സ്കാറാന്നുള്ളത് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് എടുക്കാന്ന് വിചാരിച്ചത്. നല്ല ചോയ്സ് കൊള്ളാം. ഓക്കെ. അപ്പൊ ഇനി ആരെങ്കിലും സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ലിവർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പറയാം. എന്റെ ഫ്രണ്ട് ശാലിനി സത്യശീലനുണ്ട്. ശാലിനി പറ. ശാലിനി കൈവക്കി ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ കാണിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ ശാലിനി ഡോക്ടറെ. എന്നെ വിളിക്കല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും. എന്നാലും വീഡിയോ ഒക്കെ ഓണാക്കി ഇരിക്കുന്നുണ്ട്. പറയാനുള്ള അവസരമുണ്ട്, പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടറെ സംസാരിച്ചു. മറിയാമ്മ ഡോക്ടർ വന്നിട്ട് പോയോ? ഉണ്ട്. ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നത്? ഏതാ മാം? സൈലീഷ്യ ദാറ്റ് ഡിപ്പെൻസ് മാം. അത് ഞാൻ പറഞ്ഞില്ലേ, സ്കാർ ടിഷ്യൂല് ഞാൻ വണ്ണമൊക്കെ ചില ഇതില് പൊട്ടിക്കാനൊക്കെ ചിലതൊക്കെ ഇങ്ങനെ പഴുക്കാൻ തുടങ്ങുമ്പോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കാർ ടിഷ്യൂ അലുത്ത് പോകത്തക്ക രീതിയിൽ ആണെങ്കിൽ എന്തോ മാം? അത് പൊട്ടിക്കാനല്ലാതെ സ്കാർ ടിഷ്യൂ മാറിപ്പോവാനായിട്ട് ലോവർ പൊട്ടൻസി ആണ് ഞാൻ കൊടുക്കാറുള്ളത്. ഹൈ പഴുപ്പുണ്ടെങ്കിൽ മാത്രം ചിലത് ആ സിക്കാട്രിസിസ് ഒക്കെ ചിലപ്പം എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. നമ്മുടെ ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് അവിടെ തന്നെ പഴുപ്പ് വരുമായിരുന്നു. അപ്പൊ അതിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ യൂഷ്വലി ലോവർ പൊട്ടൻസി ആണ് കൊടുക്കാറുള്ളത്. 6x റിപ്പീറ്റഡ് ഡോസസ്. അതും കാൽക്കേരിയ ഫ്ലോറും മാറി മാറിയാണ് ഞാൻ കൊടുക്കാറുള്ളത് സാധാരണ. കാൽക്കേരിയ ഫ്ലോറും അപ്പൊ 6x ആണല്ലേ? 6x തന്നെയാണ് മാം ഞാൻ കൊടുക്കാറുള്ളത് സാധാരണ. നമ്മൾ ഈ ഫൈബ്രോ സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള ആ റിപ്പോർട്ട് വായിക്കുന്നത് ഒരു ഇച്ചിരൂടെ ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. നമ്മളതിൽ CAP സ്കോറും KP എന്നൊക്കെ ഉള്ളതേ. മാം ഞാൻ ഷെയർ ചെയ്യാം അത്.
മാമിന് ഫൈബ്രോസിസ് മാത്രം മതിയോ? ഫൈബ്രോസിസും സാപ്പും CAP വേണോ? അല്ല, ഇത് രണ്ടും ഫൈബ്രോസ്കാനിൽ ഒരുമിച്ച് കിട്ടുന്നതാണോ? ഫൈബ്രോസ്കാൻ ചെയ്യുമ്പോൾ മാമിന് ഫൈബ്രോസിസ് ആണ് നോക്കേണ്ടതെന്ന് വെച്ചാല് ഫൈബ്രോസിസ് സ്റ്റേജസ് <7 ആണെങ്കിൽ മൈൽഡ് അല്ലെങ്കിൽ നോ ഫൈബ്രോസിസ് ആണ്. അത് ലിവർ സ്റ്റിഫ്നെസ് കാണിക്കുന്നതാണ് അതില്. അല്ല, ഇത് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ അതിന്റെ ഇടയിൽ. ഫൈബ്രോ സ്കാൻ ചെയ്യുമ്പോഴുള്ള റിസൾട്ട് ആണോ ഇത്? ഫൈബ്രോ സ്കാനില് രണ്ടും കൂടെയാണ് ചെയ്യാം മാം. സാധാരണ ലിവർ സ്റ്റിഫ്നെസ്സും കാണിക്കും, മറ്റേതും കാണിക്കും, CAPയും കാണിക്കും. രണ്ടിനും ഒരേ സ്കാൻ തന്നെയാണല്ലോ ചെയ്യാ. പിന്നെ രണ്ടും കിട്ടും അല്ലേ? രണ്ടും കിട്ടും. അതില് F0 F1 ആണെങ്കിൽ <7 kPa ആണ്. F2 ഉള്ളത് 7 to 9.5 kPa ആണ്. അത് മോഡറേറ്റ് ഫൈബ്രോസിസ് ആണത്. F3 ഉള്ളത് അഡ്വാൻസ് ഫൈബ്രോസിസ് ആണ്, 9.5 to 12.5 kPa. നമ്മുടെ ബിറാഡ് 2, 3 ഒക്കെ ഇല്ലേ നമ്മൾ സ്കാൻ ചെയ്യുമ്പോ അതുപോലത്തെ റീഡിങ്സ് ആണ് മാം ഇത്. F4 സിറോസിസ് ഓർ സിവിയർ സ്കാനിങ് മോർ ദാൻ 12.5 to 14 ആണ് സോറി kPa. 14 മേളില് യൂഷ്വലി ക്യാൻസർ സ്റ്റേജസ് ആണ്. അപ്പൊ 14 മേലൊക്കെയാണ്, 14+ ഒക്കെ ക്യാൻസറിന്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് മാം. ആ സ്റ്റേജ് എത്തിയാൽ നമുക്ക് മെഡിസിൻ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള കേസ് 11.5 ആയിരുന്നില്ലേ? അപ്പൊ അത് F3 വരെയും കിട്ടിയിട്ടുണ്ട്. സിറോസിന്റെ കേസസില് ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് സിറോസിസ് ആണെങ്കിൽ പിന്നെയും, പക്ഷെ ഈ ആൾക്കാരൊക്കെ മിക്കവരും, എനിക്കൊരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു, അങ്ങേര് സിറോസിന്റെ ഒരു സ്റ്റേജിലായിരുന്നു. അങ്ങേര് ഒരു 12.8 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അങ്ങേര് പിന്നെ അത് ഫുള്ള് ആൽക്കഹോളൊക്കെ വിട്ട് ഒത്തിരി പാട് പെട്ടിട്ടുണ്ടായിരുന്നു അവര്. 12 അത് പഴയ ഒരു കേസാണ്, അതെന്റെ ഇല്ല, അത് എവിടെ വെച്ചിരിക്കണേന്ന് അറിയില്ല, എന്റെ സ്റ്റാഫൊക്കെ ഇരുന്ന് തപ്പിട്ടൊന്നും കിട്ടിയില്ല. അതൊരു ഇത് നല്ലോണം ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങേരുടെ. പക്ഷെ സിറോസിന്റെ ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു കിട്ടിയത് നമുക്കത്. അത് പിന്നീട് അത് വല്ലാണ്ട് 14+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ യൂഷ്വലി ഐ ഹാവൻ സീൻ എനി ഗുഡ് പ്രോഗ്രസ്. 14+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ യൂഷ്വലി അത് ഇറ്റ് ഗോസ് ഇൻ ടു സിവിയർ സിറോസിസ് ആൻഡ് ഡെത്ത് ഒക്കെയാണ് സാധാരണ. മറ്റേ ഫാറ്റിന്റെ കൂടെ ഒന്ന് പറയാം. CAP ലെസ് ദാൻ 238 ആണെങ്കിൽ മിനിമൽ ഫാറ്റ് ആണ്. 238, 259 mild fatty liver ±5%. 260 to 290 moderate fatty liver. More than 290 severe fatty liver. ഇപ്പൊ പക്ഷെ നമ്മൾ കൂടുതലും കാണിക്കുന്നത് 290 ഒക്കെ താഴെയുള്ള കേസസ് ഒക്കെയാണ് കൂടുതൽ കാണുന്നത്. ഇപ്പൊ 290 വരെ ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ. വളരെ നന്ദി ഡോക്ടറെ. ഫാറ്റി ലിവർ ഒരുപാട് കേസ് വരുന്നുണ്ട്. അതെ മാം, ഒത്തിരി വരുന്നുണ്ട് ഇപ്പൊ. അല്ലെ, ഇപ്പൊ വരുന്നുണ്ടെന്നല്ല, ഇപ്പൊ ഫാറ്റി ലിവർ ഇല്ലാത്തവരില്ല. അതെ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണ് അത് പറയണത്. അപ്പൊ അതിന് യൂഷ്വലി എന്താ ചെയ്യാച്ചാ, എക്സസൈസസ് മസ്റ്റ് ആണ്, നടക്കാൻ പോവാ, പിന്നെ ഹൈ ഫൈബർ ഡയറ്റ് കഴിക്കുക. പക്ഷെ ഫൈബ്രോസിസ് ഉള്ള കേസസിൽ ഫൈബർ അധികം കൊടുക്കാൻ പാടില്ല, സോളിബിൾ ഫൈബർ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആൾക്കാർക്ക്. അത് കാരണം അതിനുള്ള കപ്പാസിറ്റി ഇല്ല ലിവറിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്, അത്രയും ഹാർഡ് ആയിട്ടുള്ള ഫൈബേഴ്സ്. ഫാറ്റി ലിവറിൽ നല്ല ഫൈബേഴ്സ് കൊടുക്കാം, അത് ഇൻഫാക്ട് നല്ലതാണ്. അപ്പം പിണ്ടിത്തോരനൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, പിണ്ടിത്തോരനും വാഴപ്പിണ്ടിയുടെ വാഴപ്പൂവ് തോരനും പിന്നെ എല്ലാ ലീഫ് വെജിറ്റബിൾസും അതൊക്കെ കൊടുക്കാം. അപ്പൊ ഇപ്പത്തെ കാലത്ത് അതിലൊന്നും കെമിക്കൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കാം. അല്ല, ബാംഗ്ലൂര് ഇതൊക്കെ അവൈലബിൾ ആണോ? പിന്നെ ബാംഗ്ലൂർ ഒരു മിനി കേരള അല്ലേ, നിങ്ങൾക്ക് അവിടെ കിട്ടാത്തൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ശരി. അല്ല, രോഗികളോടെ ഒക്കെ പറയുമ്പോ അത് കിട്ടുമോ? ടൗണിലാണെങ്കിൽ ഇത്തിരി ഇതായിരിക്കും, പക്ഷെ അവിടെയൊക്കെ ഒത്തിരി ഇതൊക്കെ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നു. ശരിയാണ്.
അവിടെ നമുക്ക് ഇവിടെ ചക്കയുടെ സീസൺ ആയിട്ടില്ല. അവിടെ ചക്ക അവൈലബിൾ. ആ, ഇവിടെ കൂർക്ക എല്ലാം കിട്ടും, ഞങ്ങൾക്ക് ഇവിടെ കിട്ടാത്തൊന്നും ഇല്ല. അത് ശരി. അല്ലേ ഈ കി- വാഴ അതുപോലെ ഏ, ഒരു സംശയം കൂടി, ഈ മഞ്ഞളിന്റെ എഫക്റ്റ് എങ്ങനെ ഫാറ്റി ലിവറിന് മഞ്ഞൾ? കുർക്കുമിൻ ഇസ് ദേർ നോ മാം, അത് എപ്പോഴും നല്ലതാണ്. കുർക്കുമിൻ ഇസ് ഓൾവേസ് ഗുഡ് ഫോർ യുനോ, അതൊരു ആന്റി ക്യാൻസർ ഇതും കൂടെ അല്ലേ കുർക്കുമിൻ ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ ആ മഞ്ഞളും നല്ല മഞ്ഞളായിരിക്കണം, കാരണം അത് കുർക്കുമിനൊക്കെ എടുത്തിട്ടുള്ള മഞ്ഞളാണ് യൂഷ്വലി ഇപ്പൊ നമുക്ക് കിട്ടാറെന്നാണ് പറയാറുള്ളത്. മാം ഞാൻ സ്റ്റോപ്പ് ഷെയറിംഗ് ദ സ്ക്രീൻ? ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യട്ടെ മാം? ആ ഓക്കെ ഓക്കെ. ഓക്കെ. ഇപ്പൊ ആ കുർക്കുമിനൊക്കെ എടുത്തിട്ടുള്ളതാണ് സാധാരണ ഇപ്പൊ കിട്ടാറുള്ളത്. അതും പിന്നെ ക്ലോവിന്റെ ഒക്കെ ആണെങ്കിൽ തന്നെ എല്ലാം ഈ അതിനൊക്കെ അതിന്റെ ഒക്കെ ഓയിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടല്ലേ വരാറ്. ഞങ്ങള് മഞ്ഞള് വീട്ടില് ഈ നാടൻ കിട്ടുമല്ലോ, നാടൻ മഞ്ഞള് നല്ലതാണ്. ആരൊക്കെ ഒന്നും എടുക്കാനൊന്നും കൊടുക്കൂല. പച്ചയ്ക്ക് നമ്മള് മഞ്ഞള് ഇടിച്ചു കഴിക്കുന്നതിൽ പച്ചമഞ്ഞളിന് പച്ചമഞ്ഞളിന് ശരിക്കും പറഞ്ഞാൽ അതിനൊരു പ്രോസസ്സിങ് എന്തോ ഒരു മെത്തേഡ് ഉണ്ട്. അത് കഴിയുമ്പോഴാണ് അതിനുള്ള ഗുണം കൂടുതൽ കിട്ടുന്നതാണ് കേട്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല മാം അതിനെപ്പറ്റി. അതിന് ഒരു പ്രത്യേക ടേസ്റ്റ്, എന്താ നല്ല ടേസ്റ്റ് അല്ല. അതെങ്ങനെ പച്ചയ്ക്ക് കഴിക്കും? പച്ചമഞ്ഞളും നെല്ലിക്കായും സാലഡ് വെള്ളരിക്കയും കൂടെ കൂട്ടി ഞാൻ കൊള്ളാം. കഴിക്കുന്നുണ്ട്. അധികം ദിവസവും മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ എന്താ അതിന് പറയാം, സോഫ് ഇല്ലേ, പെരിഞ്ജീരകം. പെരിഞ്ജീരകം നല്ലതാണ് ഡൈജഷന്. അതും യൂഷ്വലി ഒരു ഡിക്കോഷൻ ടീ ആയിട്ട് രാത്രി കിടക്കാനകത്ത് പെരിഞ്ജീരകവും അയിമോദകവും ജീരകം കൂടി ഇട്ടിട്ട് ടീ പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ദീസ് ആർ നാച്ചുറൽ മെഡിസിൻസ് ആണ്. ഞാൻ യൂഷ്വലി നമ്മൾ മരുന്നൊക്കെ കൊടുക്കാൻ ഇങ്ങനത്തെ ഒക്കെ ടിപ്സും കൂടെ കൊടുക്കാറുണ്ട് സാധാരണ. അപ്പൊ അത് യൂഷ്വലി ലിവറിന് ഒരു നല്ല ഡീടോക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ടെന്നാണ്. മഞ്ഞൾപ്പൊടി മറിയമ്മ ഡോക്ടർ പറഞ്ഞു, അല്ല അതൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലായിരിക്കും നല്ലത്, ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളതിനെക്കാട്ടിയും. കുർക്കുമിനൊക്കെ കുറെ ദിവസം കഴിക്കുമ്പോഴാണ് അതിന്റെ ഒക്കെ എഫക്ട് കിട്ടുക. അല്ലാണ്ട് നമ്മള് കുറച്ച് മാസങ്ങൾ എടുക്കണം. ഇങ്ങനത്തെ നാച്ചുറൽ മെഡിസിൻസ് ഒക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിക്കുമ്പോഴായിരിക്കും അതിനൊക്കെ കിട്ടുന്നുണ്ടാവുക. ഫാറ്റി ലിവറൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ കഴിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ കഴിക്കാം. ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല എക്സസൈസ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഇരുന്നുള്ള എക്സസൈസിൽ എന്താ ചെയ്യാച്ചാ എല്ലാ അക്യുമുലേഷനും വരുന്നത് ഈ മിഡ് പോർഷനിലല്ലേ വരിക. ധനേഷ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ സംസാരിച്ചു. എന്തായാലും അതിഗംഭീരമായി തന്നെ പ്രസന്റ് ചെയ്തു. മലയാളം താങ്ക് യു സർ. ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മലയാളം നല്ല സുന്ദരമായിട്ട് ഒഴുകി വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് ഇംഗ്ലീഷിലൊക്കെ വായിക്കണ്ടായിരുന്നു. അപ്പൊ അല്ല, എനിക്ക് അതിന് ടെൻഷൻ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ വായിച്ചൊന്നും അസോസിയേറ്റീവ് വിത്ത് കുഴപ്പമില്ല. സിറോസിസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ശരി, അഭിനന്ദനങ്ങൾ. വേണുഗോപാൽ താങ്ക് യു ഡോക്ടർ. താങ്ക് യു സർ. അസൈറ്റിസ് വിത്ത് സിറോസിസ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു കേസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതിന് ഈ കാർഡസ് മാരസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ആ ലെഗ് എലിവേറ്റഡ് പൊസിഷനിലൊക്കെ വെക്കുക, എങ്ങനെയൊക്കെ ആയിരുന്നു. പതുക്കെ അത് കുറയാ ചെയ്തിട്ടുള്ളത്. അസൈറ്റിസ്, സിവിയർ അസൈറ്റിസ് ഉള്ളത് സിറോസിന്റെ ലേറ്റർ ഓൺ സ്റ്റേജസിലൊക്കെ അതൊന്നും എനിക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ കുറച്ചൊരു എന്താണ് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട അവസ്ഥയൊക്കെ വരും. അസൈറ്റിസ് ചിലത് ഇപ്പം ഇതൊക്കെ ആണെങ്കിൽ തന്നെ കൂടുതൽ ഫ്ലൂയിഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടാപ്പിംഗ് ഒക്കെ വേണ്ടി വരുന്നുണ്ട്. കാരണം ഇവര് മിക്കവാറും എന്തെങ്കിലും വല്ലാണ്ട് സിവിയറിറ്റി വരുമ്പോൾ ആദ്യം ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നുണ്ടാവുക. മിക്കവാറും ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് പിന്നെയും ഒരു 10 പ്രാവശ്യമൊക്കെ അഡ്മിറ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല ഒരു കേസും അയാൾ മരിച്ചുപോയി, ഒരു ലിവർ സിറോസ് സിവിയർ ആയിട്ടുള്ള ഒരു കേസ്. ഒരു പേഷ്യന്റിന്റെ ഹസ്ബൻഡ് ആയിരുന്നു. അങ്ങേര് ഒരു പ്രാവശ്യം ഒന്ന് നമ്മൾ മെഡിസിൻ കൊടുക്കാൻ നോക്കി, അങ്ങേര് ഭയങ്കര ആൽക്കഹോൾ ആയിരുന്നു. അങ്ങേര് പിന്നെ മരിച്ചുപോയി. അങ്ങനത്തെ കുറച്ച് കേസസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആണ് മാം. ആർക്കും കോപ്പിംഗ് മെക്കാനിസം കുറച്ച് കുറവാണ്. ഇൻഫാക്ട് ലൈക്ക് സ്ട്രെസ് വരുമ്പോഴും. വേണുഗോപാൽ സാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംസാരിച്ചോളൂ സാറ്. അസൈറ്റിസ് വിത്ത് സിറോസിസ് വരുമ്പോൾ എപ്പിസോ അല്ലെങ്കിൽ എപ്പോസാനോ എന്തായാലും അവിടെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് വരും. ജനറലൈസ്ഡ് അനാസർക്ക അപ്പോസൈനം കൊടുക്കാം. റൈറ്റ് സൈഡിലൊക്കെ തേഴ്സ്റ്റ് ആണെങ്കിൽ അപ്പോസാനവും വിതൗട്ട് തേഴ്സ്റ്റ് ആണെങ്കിൽ എപ്പീസും. അത് എന്തായാലും അതിലൊരു നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. കാലി അനൈഡ് ഇൻഡിക്കേറ്റ് ചെയ്യാം.
കാലി അയോഡ് സർ. കാലിയ ആ പിന്നെ ഈ ചൈന ഉണ്ട്, ചൈന അസൈറ്റിസിലുണ്ട്, കാർഡസ് മ്യൂറിന് അസൈറ്റിസ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സിവിയർ അസൈറ്റിസിന്റെ കേസസിലൊന്നും എനിക്കറിയില്ല അത്രയും എഫക്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. സാറേ ഒന്ന് പറയാമോ കാലിയയുടെ എങ്ങനെയുള്ള കേസിലാണ് ഇൻഡിക്കേഷൻ? കാലിയുടെ പൊതുവെ സീറസ് ഫ്ലൂയിഡ് ഒക്കെ വരുന്ന എവിടെയും ഇപ്പൊ നമ്മൾ ഫ്ലൂറസി അങ്ങനെ എവിടെ വന്നാലും ഫ്ലൂയിഡ് അടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ട്രോക്കാൻ പോലെയാണ് കാലിയയുടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സർ. ഏത് പൊട്ടൻസി? ഹയർ പൊട്ടൻസി ആണോ ലോവർ പൊട്ടൻസി ആണോ സർ? മീഡിയം മീഡിയം പൊട്ടൻസി 200. അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ട്. മെർക്കുറി ഗ്രൂപ്പിലുള്ള മെർക്കഡാൽസിൻസ് അതൊക്കെ ചില കേസിൽ, ഒരുപാട് കേസൊന്നുമില്ല ഞാൻ പറഞ്ഞു. പ്ലംബം ഇതിനുള്ള പ്ലംബം പറ്റും ഇതൊക്കെ വരുന്നുണ്ട്. ടെറാക്സക്കം അത് അതിനകത്ത് പറയുന്നുണ്ട്, അത് ഒരു ലിവർ റെമഡിയാണ്. അത് ആ ടെറാക്സാക്കം നമ്മൾ ആ നാക്ക് കാണുമ്പോ തന്നെ അറിയാം. മാപ് ടങ് വരുമ്പോ തന്നെ ടെറാക്സാക്കം കൊടുത്ത്, പക്ഷെ ബി കോംപ്ലക്സും കൂടെ കൊടുക്കണം. അപ്പൊ ബി കോംപ്ലക്സ് എപ്പോഴും അത് നല്ലതാണ്. മാർക്ക്ഡ് ആണ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഡെന്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഇത് സാധാരണ മാപ്പിൾ നാട്രംബോണിന്റെ മാപ്പിൾ ടാങ്ക് പോലെ അല്ല, അങ്ങനെയല്ല. ഇത് ഡെന്യൂഡഡ് ആയിട്ട് വരുന്ന പറയും. മോളെ വേണുഗോപാലൻ എന്റെ ഫ്രണ്ടാണ്, കോളേജിലെ പ്രൊഫസർ കേട്ടോ. സാറിനെ കാണാൻ പറ്റില്ല. ഞാൻ ഓൺ ചെയ്തിട്ടില്ല ഇതിവിടെ. ഓക്കെ, അപ്പോ സന്തോഷം വേണുഗോപാൽ സാറ്. അപ്പോ നല്ല ഒരു ക്ലാസ്സും ഡിസ്കഷനും എല്ലാം നടന്നു. ഇന്നത്തെ നല്ല ഇനിയും അടുത്ത മറ്റൊരു വിഷയമായിട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു ക്ലാസ് എടുത്ത അതുപോലെ ഈ ഡിജിറ്റാലിസ് അപ്പോസൈനം പോലെ തന്നെ ഡിജിറ്റാലിസ്, അസെറ്റിക് ആസിഡ്, അതൊക്കെ ഈ അസൈറ്റിസ് വരുമ്പോഴേ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അസെറ്റിക് ആസിഡ് ആണോ പറഞ്ഞേ? അസെറ്റിക് ആസിഡ്, ഡിജിറ്റാലിസ്. അസെറ്റിക് ആസിഡ് ഡയബറ്റീസിനും കൂടെ ഉണ്ടെങ്കിലാണോ സർ? അസെറ്റിക് ആസിഡ് അങ്ങനെ വേണ്ട, അങ്ങനെയൊന്നുമില്ല. അസെറ്റിക് ആസിഡിന് ജനറൽ ഇഡിമ അല്ലെങ്കിൽ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ റൂണസ് സ്പൈനോസ, ഡിജിറ്റാലിസ് വരും. ഡിജിറ്റാലിസ് പൾസൊക്കെ കുറവാണെങ്കിൽ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഉണ്ട്. ഈ വൊമിറ്റിംഗ് മറ്റേ ഇത് വന്നിട്ട് ഈ വേരിസസ് വന്ന് വൊമിറ്റ് ചെയ്യുമല്ലോ, ബ്ലഡ് അഡ്വാൻസ് ആകുമ്പോ മറ്റേ അല്ല ഈ വൊമിറ്റ് ചെയ്യുമല്ലോ ബ്ലഡ് വന്നിട്ട് ഈ ഈസോഫാഗൽ വേരിസസ് വന്ന് പൊട്ടി ഈ ഹൈപ്പർ ടെൻഷൻ ഇതിന്റെ ലിവർ ഇത് എന്നുണ്ടല്ലോ, വാട്ടർ ഹൈപ്പർ ടെൻഷൻ വരുമ്പോ അത് ഏത് മരുന്നാ പറഞ്ഞു? ഈസോഫാഗൽ വേരിസസ്. ഓക്കെ സാറേ, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. താങ്ക് യു മാം ഫോർ ദ ഓപ്പർച്യൂണിറ്റി. കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർ ആഷയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടി മറിയമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. വളരെ നല്ലൊരു ക്ലാസ്, പറഞ്ഞാൽ മതിയാകത്തില്ല. അത് വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയായിരുന്നു. വളരെ നമുക്ക് താല്പര്യമുള്ളൊരു വിഷയം കൂടിയാണ് ഡോക്ടർ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇന്ന് നമുക്ക് ഈ ലിവർ ഫൈബ്രോസിസും ഹോമിയോപ്പതി ചികിത്സ എന്ന വിഷയത്തിൽ നല്ലൊരു ക്ലാസ് എടുത്തു തന്ന് നമ്മുടെ അമ്പാടി മാഡത്തിന്റെ മകൾ കൂടിയായ ഡോക്ടർക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് വരണമെന്ന് ഒരിക്കൽ
അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യാണ്. ഡോക്ടർ എപ്പോൾ തരുന്ന ക്ലാസ്സും ഇതുപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആണ്. അതുകൊണ്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുമായിട്ട് വന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ല ഗുരു ഉണ്ടാവുമ്പോ നാച്ചുറലി അങ്ങനെ അങ്ങനെ ആയി പോകും. അങ്ങനെ ആയി പോവും. ഇന്ന് ശാന്താന്റി ഇല്ല. യൂഷ്വലി ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി ടിപ്സ് കിട്ടും. പിന്നെ നമുക്ക് അല്ല ശാന്താചന്ദ്രൻ മാഡം പിന്നെ വന്ന് ഇതുവരെ എന്റർ ചെയ്ത് തുടങ്ങിയില്ലെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഇന്ന് കയറണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതാ ശാന്തയോടും മക്കളോടും. അവരൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഞാൻ കയറാൻ പറഞ്ഞതാ. ആ ഉത്തരവാദിത്വം അമ്പാടിയമ്മയെ തന്നെ ഏൽപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രണ്ടുപേരും ഞാൻ മൂന്ന് പേരെ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് കയറണം എന്ന് പറഞ്ഞു. മോളുടെ ആണ്, അതുകൊണ്ട് കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടും കേറിയില്ല മൂന്നുപേരും. ഞാൻ ഒരു പീരീഡ് കഴിയട്ടെ വെച്ചല്ലേ ഞാൻ തന്നെ മെസ്സേജ് ചെയ്തേനെ. ഓക്കെ, അപ്പോ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഇന്നത്തെ മലയാള സെഷനോട് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്.